ഗൈസ്, വെൽക്കം ബാക്ക് ടു ബോൺ മെമ്മറീസ്. നമുക്കിന്നൊരു 800 രൂപ മുടക്കിൽ ഒരു 3500 രൂപയുടെ അറ്റയർ സ്റ്റിച്ച് ചെയ്തെടുത്താലോ? ഈ ഒരു ബേൺഡ് ഓറഞ്ച് കോഫി ബ്രൗൺ കോമ്പിനേഷൻ സാരി കുറച്ചധികം നാളായിട്ട് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ കിടക്കുന്നതാണ് കേട്ടോ. ഇത് വെച്ചിട്ട് ഇപ്പോൾ നമ്മളൊരു ധാവണിയെ സെറ്റ് ചെയ്യാൻ പോണേ. ഞാൻ പുറത്ത് റേറ്റ് അന്വേഷിച്ചപ്പോൾ ഇതിൻ്റെ മെറ്റീരിയലിന് മാത്രം ഏകദേശം 1500 റുപ്പീസിൽ റേറ്റ് വരുന്നുണ്ട്. പിന്നെ സ്റ്റിച്ചിങ് ചാർജും കൂടെ കൂടി വരുമ്പോഴത്തേക്കും എന്തായാലും ഒരു 1000 കൂടെ ആഡ് ചെയ്ത് 2500 റേഞ്ചിൽ ഉറപ്പായിട്ടും വരും. ഇതൊരു ഫാമിലി ഫംഗ്ഷൻ ഇടാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ദിയുവിൻ്റെ ഒപ്പം ഒരു മോം ഡോട്ടർ കോംബോ ആയിട്ട് സെറ്റ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നേ. അതോടെ സെറ്റ് ആകുമ്പോഴത്തേക്കും എങ്ങനെയും ഒരു 4000 പൊട്ടെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ആദ്യം തന്നെ പറയട്ടെ, സ്റ്റിച്ചിങ് പ്രൊഫഷണലി ഞാൻ പഠിച്ചിട്ടേ ഇല്ല കേട്ടോ. എനിക്ക് സ്റ്റിച്ചിങ്ങിനോടുള്ള ഭീകരമായ ഒരു സ്നേഹം കൊണ്ട് യൂട്യൂബ് നോക്കിയാണ് ഞാനിത് പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും ഒരു ട്യൂട്ടോറിയൽ വീഡിയോ അല്ല കേട്ടോ. ഞാൻ എൻ്റേതായ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണമെന്നേ ഉള്ളൂ. നമ്മൾ ഇന്ന് ഈ സാരി വെച്ചിട്ട് ഒരു ധാവണി സെറ്റ് ചെയ്തെടുക്കാമെന്നാട്ടോ വിചാരിക്കണേ. ഇത് ഓൺലൈനായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ള സാരിയാണ്. ഏകദേശം 600 റുപ്പീസിൻ്റെ അടുത്താണ് ഈ സാരിക്ക് വന്നിട്ടുള്ളത്. ഇതിൻ്റെ പ്യുവർ സിൽക്ക് സാരിക്ക് ഏകദേശം 4000-ൻ്റെ അടുത്ത് റേറ്റ് ഉണ്ട്. ഇതൊരു റെപ്ലിക്കയാണ് കേട്ടോ. നമുക്ക് 1 day 2 times ഒക്കെ യൂസ് ചെയ്യാനായിട്ട് ഇത് തന്നെ ധാരാളമാണ് അല്ലേ. പിന്നെ ഇതിൻ്റെ ബ്ലൗസ് പീസ് ഇതിൽ തന്നെ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് നമ്മൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ഇതിൽ നിന്ന് എടുക്കാൻ പോണത് എനിക്കൊരു സ്കേർട്ട് ആൻഡ് ദിയുവിനൊരു സ്കേർട്ട് ആൻഡ് ബ്ലൗസുമാണ് നമുക്കിപ്പോൾ ഇതിൽ നിന്ന് എടുക്കേണ്ടത്. സാരിയിൽ തന്നെ ബ്ലൗസ് പീസ് ഉണ്ടായിരുന്നു. ആ ബ്ലൗസ് പീസ് നമ്മൾ അങ്ങനെ തന്നെ ബ്ലൗസായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ജോർജറ്റിൻ്റെ ഒരു 2.5 മീറ്റർ തുണി നമ്മൾ വാങ്ങിച്ചിട്ട് ലേസ് വെച്ച് ബോർഡർ ചെയ്ത് ദുപ്പട്ട സെറ്റ് ചെയ്യാനാട്ടോ വിചാരിക്കണത്. അതിന് ഏകദേശം മീറ്ററിന് 60 രൂപയാണ് ആയിട്ടുള്ളത്. ലേസിന് 5 രൂപയാട്ടോ മീറ്ററിന് വന്നിട്ടുള്ളത്. നമ്മുടെ ഇഷ്ടത്തിനുള്ള ആ ഒരു ധാവണിക്ക് നല്ല വീതിയുള്ള ബോർഡർ വേണം താഴെ. അതുകൊണ്ട് ഞാൻ ഈ സാരിയുടെ മുകളിലുള്ള ബോർഡറൂടെ കട്ട് ചെയ്ത് താഴത്തേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ളൊരു ബോർഡർ കിട്ടിയിട്ടുണ്ട് നമ്മുടെ സ്കേർട്ടിനെ. 3.5 മീറ്റർ ഫാബ്രിക് വെച്ചിട്ടാണ് നമ്മൾ ഈ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മോഡലിലേക്ക് പടി വയ്ക്കാൻ വേണ്ടി ഈ സാരിയിൽ നിന്ന് തന്നെ പ്ലെയിൻ ആയിട്ടുള്ളൊരു പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ലൈനിങ്ങിന് വേണ്ടി നമ്മൾ ക്രേപ്പിൻ്റെ 40 രൂപയുടെ ഫാബ്രിക് 2 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ ഒരു അരവണ്ണം വെച്ചിട്ടുള്ള സ്കേർട്ട് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത്യാവശ്യം 3.5 മീറ്ററിന് തന്നെ നല്ല ഫ്ലെയർ ഉള്ള ഒരു സ്കേർട്ട് നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ സ്കേർട്ട് നല്ല ഭംഗിയായിട്ടിരിക്കാനുള്ള സിമ്പിളായിട്ടുള്ള ടിപ്പ് എന്താണെന്നറിയോ? നല്ല രീതിയിൽ ഫ്ലീറ്റ്സ് പിടിച്ചിട്ട് അയൺ ചെയ്ത് കൊടുക്കും. നമ്മുടെ ധരിത്രി ഡിസൈൻ്റെ പേജിൽ കസ്റ്റമേഴ്സ് ഓർഡർ ചെയ്യുന്ന സ്കേർട്ട്സ് എല്ലാം തന്നെ ഞാൻ ഇങ്ങനെ നല്ല രീതിയിൽ ഫ്ലീറ്റ്സ് എടുത്ത് അയൺ ചെയ്താട്ടോ കൊടുക്കുക. അപ്പോൾ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അതിന്. സിൽക്ക് ഫാബ്രിക് ആണ് യൂസ് ചെയ്യണതെങ്കിൽ മസ്റ്റായിട്ടും നല്ലോണം ടേക്ക് കെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ അയൺ ചെയ്യാൻ. അയൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്കേർട്ടിൻ്റെ ഫൈനൽ ലുക്ക് ഏകദേശം ഇതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ആ കളർ കോമ്പിനേഷനും നല്ല രസമാണ് കേട്ടോ. ഇനി ദുപ്പട്ട ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള പ്ലെയിൻ കോഫി ബ്രൗൺ കളറിലുള്ള ജോർജറ്റിൻ്റെ ഫാബ്രിക് എടുത്തിട്ടുള്ളത്. 2.5 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. ബോർഡർ വയ്ക്കാനും നമ്മൾ കോഫി ബ്രൗൺ കളറിൽ തന്നെ ഒരു ലേസ് ആട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. 5 രൂപയാണ് ഇതിന് മീറ്ററിന് വരുന്നത്. ലേസ് ഇല്ലെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ലേസ് വയ്ക്കുമ്പോൾ കുറച്ചുകൂടെ പെർഫെക്ഷൻ വരും. ആൻഡ് ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക്. ദിയുവിൻ്റെ ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് വേറെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം.